ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വഅഖാമുസ് സ്വലാത്ത വആതുസ് സകാത്ത് ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമദയാലുവും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് റബ്ബിന് പ്രിയപ്പെട്ട രൂപത്തിൽ ജീവിതം ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ അർഹിക്കുന്ന ഭാഷയിൽ ഓർമ്മപ്പെടുത്തട്ടെ, ഉപദേശിക്കട്ടെ. പരിശുദ്ധ റമളാനിന്റെ സിംഹഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നാം എന്തായിരുന്നു എന്നുള്ള ആലോചനയും ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ സമയം. നാളിതുവരെയും നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഉന്നതമായ കർമ്മമാക്കി സ്വീകരിക്കുമാറാകട്ടെ. ഇനി അങ്ങോട്ട് പരിശുദ്ധ റമളാൻ അതിന്റെ യഥാവിധി പ്രകാരം ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതീവ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കുറച്ച് ആലോചനകളാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആത്മാർത്ഥമായിട്ട് ഉണർത്തണം, ഉത്ബോധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഒരു നീണ്ട നിര തന്നെ പറയാനുണ്ട്. എങ്കിലും നമ്മുടെ ഓർമ്മകളും അത്യാവശ്യം ശ്രദ്ധയോടും കൂടി ഇരുന്നാൽ കുറച്ചധികം നമ്മുടെ ധാരണകൾ തിരുത്തുവാനും ചില മനസ്സിലാക്കലുകൾ മനസ്സിലാക്കുവാനും ഇത് ഉപകരിക്കും. പരിശുദ്ധ റമളാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു വലിയ സൗഭാഗ്യത്തിന്റെ മാസമാണ്. നമ്മുടെ മുമ്പിൽ അള്ളാഹു ഒരു വലിയ ഖജനാവ് തുറന്ന് 30 ദിവസത്തെ സമയം തന്നു. എത്ര വേണമെങ്കിലും ശേഖരിക്കാനുള്ള അവസരം നൽകി. 20 ദിവസം പിന്നിട്ടു. എത്രയാണ് നാം ശേഖരിച്ചത് എന്ന സ്വന്തത്തെക്കുറിച്ചുള്ള ആലോചനകൾ അതീവ ശ്രദ്ധമായി സൂക്ഷ്മമായി നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഇനിയുള്ള സമയം എന്തു ചെയ്യണമെന്നുള്ള വളരെ കൃത്യമായ ആലോചനകളും പ്ലാനുകളും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഈ റമളാൻ നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗമായിക്കൊണ്ട് ഒരിക്കലും നമ്മൾ ഉണ്ടാകരുത്. പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം. നമ്മൾ റമളാനിൽ എല്ലാവരും കൂടെ നോമ്പെടുത്തിട്ടുണ്ട്. നമ്മുടെ നമസ്കാരം എല്ലാവരും ജമാഅത്തായി കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഹജ്ജിന് നമ്മൾ സംഘടിതമായി സമൂഹത്തിന്റെ കൂടെ നമ്മൾ ഹജ്ജിന് പുറപ്പെടാറുണ്ട്. ഹജ്ജ് നിർവഹിക്കുന്നവരുണ്ട്. സാമ്പത്തികമായി ശേഷി അതിന് കൈവരിച്ച് അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ സക്കാത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും ഇസ്ലാം പഠിപ്പിച്ച ഒരു കാഴ്ചപ്പാടിലേക്ക്, ദീനിയായ ഒരു നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്, ഗൗരവപ്പെട്ട വിഷയമാണ്. സക്കാത്ത് എല്ലാവർക്കും നിർബന്ധമാണ്. ആർക്ക്? നിർബന്ധമാകുന്ന കുറച്ച് നിബന്ധനയുള്ളവർക്ക്. നമ്മൾ നമസ്കാരത്തിൽ അതിന്റെ ഷർത്തും അതിന്റെ വാജിബും അതിന്റെ സുന്നത്തും ഒക്കെ അനുസരിച്ച് നിർവഹിക്കുന്ന അതേ മുസ്ലിമീങ്ങൾ സക്കാത്തിന്റെ കാര്യത്തിൽ തോന്നിയതുപോലെയാണ് എന്നത് സത്യമാണ്. റമളാൻ 27 നമ്മുടെ വീട്ടിൽ വരുന്ന മനുഷ്യർക്ക് കയ്യിൽ കൊടുക്കുന്ന പണമാണ് സക്കാത്ത് എന്ന് കണക്ക് കൂട്ടുന്ന ആളുകൾ പോലും മുസ്ലിം സമുദായത്തിലുണ്ട്. ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപത്തിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് 12 വിഷയങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, സക്കാത്ത് എന്നത് നിർബന്ധമായ ഒരു കടമയാണ് എന്ന ബോധ്യം ഉണ്ടാകണം. വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഭൂരിഭാഗം ഭാഗത്തും 27 സ്ഥലത്ത് നമസ്കാരത്തിന്റെ കൂടെ അള്ളാഹ് എണ്ണിയ വിഷയമാണ് സക്കാത്ത്. 30 സ്ഥലങ്ങളിലാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു പരാമർശിച്ചതെങ്കിൽ അതിൽ 27 ഭാഗത്തും വിശ്വാസികൾ ആരാണ് എന്ന് പറഞ്ഞത് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വഅഖാമുസ് സ്വലാത്ത വആതുസ് സകാത്ത്. അവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നിർവഹിക്കുകയും ചെയ്യുന്നവരാണ്. ഇങ്ങനെ ഒരുപാട് പ്രതിപാദങ്ങൾ നമ്മൾക്ക് അന്വേഷിച്ചാൽ, തിരഞ്ഞാൽ, നമ്മൾക്ക് ഖുർആൻ വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും. അതിൽ ആദ്യം അറിയേണ്ടത് സക്കാത്ത് എന്ന ഒരു പദത്തിന്റെ ആശയം എന്താണ്. സക്കാത്ത് എന്നതിന്റെ ഭാഷാർത്ഥം വർധനവ്, വികാസം, ശുദ്ധീകരണം എന്നാണ്. സമ്പത്ത് കുറക്കുക എന്നുള്ളതല്ല, സമ്പത്തിനെ വർദ്ധിപ്പിക്കുക, സമ്പത്തിനെ ശുദ്ധീകരിക്കുക, സമ്പത്തിൽ വികാസം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അതിന് ഭാഷാപരമായിട്ട് അർത്ഥം.
എന്നാൽ കർമ്മശാസ്ത്രപരമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാരടുത്ത് സകാത്തിന്റെ നിർവചനം അത്തഅബ്ബുദു ലില്ലാഹി തആല ബിഇഖ്റാജി ജുസ്ഇൻ വാജിബിൻ ശർഅൻ ഫീ മാലിൻ മുഅയ്യിനിൻ ലിതായിഫത്തിൻ ഔ ജിഹത്തി മഖ്സൂസ്. അള്ളാഹുവിനെ ആരാധന എന്നോണം നിർണിതമായ ചില സമ്പത്തിൽ നിന്നും നിർബന്ധവും നിർണിതവുമായ ഒരു വിഹിതം നിർണിതമായ അവകാശികൾക്ക് നൽകുന്നതിനെയാണ് സകാത്ത് എന്ന് പറയാം. ഇതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസിയായ ഒരാളുടെ മേൽ, നമ്മളുടെ മേൽ സകാത്ത് നിർബന്ധമാകാൻ ബാധകമാകുന്നത് രണ്ടു കാര്യങ്ങളാണ്. അതിലൊന്ന്, ഒരാളുടെ കൈവശം സകാത്ത് കൊടുക്കാൻ ബാധകമാകുന്ന പരിധി അഥവാ നിസാബ് ഉണ്ടായിരിക്കണം. എല്ലാവർക്കും സകാത്ത് കൊടുക്കണോ? വേണ്ട. എന്നാൽ ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? കയ്യിൽ സമ്പത്ത് നിസാബ് എത്തിയ ആൾ സക്കാത്ത് കൊടുക്കണം. എന്താ നിസാബ്? നിസാബ് എന്നാൽ അളവ്. 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ കറൻസിയോ കച്ചവട വസ്തുവോ നമ്മുടെ പക്കലുണ്ടെങ്കിൽ നമ്മൾ നിസാബ് എത്തിയ ആളുകളായി, കയ്യിൽ കണക്കെത്തിയ ആളുകളായി. രണ്ടാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ, ആ ഒരു നിസാബിന് ഒരു ഹിജറ വർഷക്കാലം, അതിന് അറബിയിൽ ഹൗല് എന്നാണ് പറയുക, ഹൗല് തികയുക. അതായത് ആ നിസാബ് അഥവാ നിസാബ് സക്കാത്ത് ബാധകമാകാനുള്ള ബേസിക് ബാലൻസ് എന്ന് കുറയാതെ 595 ഗ്രാം നമ്മുടെ കയ്യിൽ, 5 ഗ്രാം വെള്ളിക്കുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മുടെ കയ്യിൽ നിന്ന് കുറയാതെ ഒരു കൊല്ലം നമ്മുടെ കയ്യിൽ നിലനിൽക്കണം. ആ ഒരു കൊല്ലം നിലനിൽക്കുന്നതോടുകൂടി ഹൗല് തികഞ്ഞു, നിസാബ് എത്തിയ പണം നമ്മുടെ കയ്യിലുണ്ടായാൽ നമ്മൾക്ക് സക്കാത്ത് കൊടുക്കൽ നമ്മൾ ബാധ്യസ്ഥരാകും. രണ്ടാമതായി, നിസാബ് എത്തുകയും ഹൗല് തികയുകയും വിശ്വാസി സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നത് നിർബന്ധമായ കാര്യമാണ്. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. നിങ്ങളുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും അവകാശമുണ്ട്. അള്ളാഹു നമ്മുടെ കയ്യിൽ 100 രൂപ തരുമ്പോ നമ്മളോട് പറയുന്നത് 97.5 രൂപ നിങ്ങൾ എടുത്തോ, പക്ഷെ ബാക്കി 2.5 നിങ്ങളതല്ല, അത് പാവപ്പെട്ടവന്റെ കയ്യിൽ കൊടുക്കാൻ അള്ളാഹ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച പൈസയാണ്, നമ്മളതല്ല. അള്ളാഹ് നമ്മുടെ കയ്യില് ബാക്കിയുള്ളവന്റെ കൊണ്ടുപോയി, അയാൾ നമ്മളെ തെരഞ്ഞു വരണമെന്നല്ല, അയാൾ അവകാശിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണട്ടോ എന്ന് പറഞ്ഞ് അള്ളാഹ് നമ്മുടെ കയ്യിൽ വെച്ച പൈസ. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് കൊടുക്കുന്നത് ഈമാനിന്റെ അടയാളാണ്. അത് ഈമാനിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ്. നാളെ സ്വർഗത്തിൽ വിജയിക്കുന്ന, പരലോകത്ത് വിജയിക്കുന്ന ആളുകൾ സൂറത്തുൽ മുഅ്മിനീൻ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾക്ക് കാണാം, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. അവർ സക്കാത്ത് നിർവഹിക്കുന്ന ആളുകളാണ്. നാലാമതായി മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരാളെ സമ്പത്തിനെയും അയാളെയും ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ആ സദഖ സ്വീകരിക്കണം. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അത് മുഖാന്തരം നിങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങളെ സംസ്കരിക്കുകയുമാണ് ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ എനിക്കുള്ള ശുദ്ധീകരണം, എനിക്കുള്ള സംസ്കരണമാണ് സക്കാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരെ വിളിച്ച് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഈ കച്ചവടം എന്നത് അനാവശ്യ വർത്താനവും അനാവശ്യമായി സത്യം ചെയ്യലും കടന്നു വരുന്ന ഒരു മേഖലയാണ് കേട്ടോ, അതുകൊണ്ട് ദാനധർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ആ ഭാഗം ശുദ്ധീകരിക്കണം കേട്ടോ എന്ന് പ്രവാചകൻ കച്ചവടക്കാരോട് പറയാറുണ്ടായിരുന്നു. അഞ്ചാമതായി മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് എന്നാൽ എല്ലാ അർത്ഥത്തിലും വളർച്ചയാണ്, തളർച്ചയല്ല. നമ്മൾക്ക് വളർച്ച കിട്ടുന്ന ഒരു ഭാഗം. ഖുർആൻ പറയാ, വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് എങ്കിൽ പറയുന്നത് അള്ളാഹുവാണ്, തരാൻ കഴിവുള്ളവനാണ്. അശ്ശൈത്വാനു പിശാച് നമ്മളെ ദാരിദ്ര്യം കൊണ്ട് ഭയപ്പെടുത്തും. അള്ളാഹ് ഭയപ്പെടുത്തിയിട്ടില്ല, അള്ളാഹ് ഭയപ്പെടുത്തും. അള്ളാഹ് പറയാം, ഫഉലൈകഹുമുൽ മുളഇഫൂൻ. അവർക്ക് അള്ളാഹ് ഇരട്ടി കൊടുക്കും. അവരാണ് ഇരട്ടി സമ്പാദിക്കുന്ന മനുഷ്യർ. ആര്? അള്ളാന്റെ മാർഗത്തിൽ അവനാന്റെ സമ്പത്ത് കണക്ക് കൂട്ടി പാവപ്പെട്ടവന്റെ അവകാശം വെച്ചു കൊടുക്കുന്ന ആളുണ്ടല്ലോ, അള്ളാഹ് പറയാ ഉലൈകഹുമുൽ മുളഇഫൂൻ. അവരാണ് ഇരട്ടി സമ്പാദിക്കുന്നവർ. എല്ലാ ദിവസവും രാവിലെ പ്രഭാതമാകുമ്പോ 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങും.
എന്നിട്ട് ഒരു മലക്ക് പറയും അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ നല്ല സമ്പത്ത് നല്ല കാര്യത്തിന് ചെലവഴിച്ചവന് നീ പകരം കൊടുക്കണേ എന്ന് പറയും. രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കും അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ ചെലവഴിക്കാത്തവനെ പിശുക്ക് കാണിക്കുന്നവനെ നീ നാശമുണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കും. നമുക്കറിയാലോ അൽ മഅലൂമു അന്ന ദുആഅൽ മലായികത്തി മുജാബുൻ, മലക്കുകളുടെ പ്രാർത്ഥന എന്നാൽ ഉത്തരം കിട്ടുമെന്നുള്ള വിഷയത്തിൽ ഒരു സംശയമില്ല. നമ്മളൊരു മനുഷ്യന്റെ കയ്യിലേക്ക് പണം വെച്ച് കൊടുക്കുമ്പോൾ അറിയണം, ഉള്ളിൽ ഈമാൻ വരണം, ഫീൽ ചെയ്യണം, എനിക്കിപ്പോ മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവനാന്റെ പിശുക്കൊണ്ടും സ്വാർത്ഥതോണ്ടും ആർത്തിയോണ്ടും കൊടുക്കാതെക്കുമ്പോഴും കരുതണം മലക്കിനെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് അവനാന്റെ മനസ്സിൽ വരണം. ലാ യൻഖുസു മാലും മിൻ സദഖത്തിൻ, സമ്പത്ത് ദാനം കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് കുറയുകയില്ല. ഫതസദ്ദഖൂ, അതുകൊണ്ട് നിങ്ങൾ സ്വതക്ക വർദ്ധിപ്പിക്കൂ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. മാ നഖസത് സ്വദഖത്തും മിൻ മാൽ, ദാനം ധനത്തെ കുറക്കുകയില്ല എന്ന് പഠിപ്പിച്ചു. തീർച്ചയായും സ്വതക്ക നൽകുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നു പിന്നെ യുളാഅഫ് ലഹും, അല്ലാഹു അവർക്ക് ഇരട്ടിയായി നൽകും. ആറാമതായി മനസ്സിലാക്കണം, സക്കാത്ത് കൊടുക്കുന്നവർക്ക് അള്ളാന്റെ റഹ്മത്ത് കിട്ടും, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും. വിശുദ്ധ ഖുർആൻ അള്ളാഹ് പഠിപ്പിച്ച ഭാഗം. ഏഴാമത്തെ ഭാഗം അയാൾക്ക് സ്വർഗം ലഭിക്കും. എട്ടാമതായി മനസ്സിലാക്കണം, സക്കാത്ത് കൊടുക്കുന്നവൻ വൻമാത്ത അലാ ഹാദാ, ഈ സക്കാത്ത് കൊടുക്കുന്ന ഒരവസ്ഥയിലായിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ കാന മിനസ് സിദ്ദീഖീന വശുഹദായി, അവൻ സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെ സ്വർഗത്തിലുണ്ടാകും. ഒൻപതാമതായി മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് നൽകാതിരിക്കുക എന്നുള്ളത് മുശ്രിക്കീങ്ങളുടെ വിശേഷണമാണ്. ഖുർആൻ പറയാ വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകർക്കാകുന്നു നാശം. അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത, അവർ സക്കാത്ത് നൽകാത്തവരും. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ അന്ത്യനാളിൽ പരലോകത്തിൽ അവിശ്വസിക്കുന്ന മനുഷ്യരുമാണ്. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരെ ഗണത്തിൽ പെടും എന്ന് ആലോചിക്കണം. മുശ്രിക്കീങ്ങളെ ഗണത്തിലേക്ക് പെടും. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ലേ, നമ്മൾ മുസ്ലിം എന്ന കാറ്റഗറിന്ന് ഔട്ടാ. അള്ളാന്റെ മുമ്പിൽ നമ്മൾ മുസ്ലിം ആകൂല. പത്താമതായി മനസ്സിലാക്കണം, സക്കാത്ത് കൊടുക്കാതെ അത് മുതലിനോട് ചേർത്താൽ അതുവഴി നമ്മൾ ഹറാം തിന്നാണ്. നിഷിദ്ധമായ സമ്പത്ത് നമ്മൾ ഭക്ഷിക്കുന്നതിന് കാരണമായിട്ട് മാറുകയാണ്. പ്രവാചകന്മാരോട് പോലും അള്ളാഹു പറയുന്നത് യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, നിങ്ങൾ നല്ലതു മാത്രം ഭക്ഷിക്കണേ, നിങ്ങൾ സൽക്കർമ്മം പ്രവർത്തിക്കണേ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പ്രവാചകന്മാരോട് പറഞ്ഞ വാക്കാണ്. ഇനി കുറച്ചും കൂടെ അതികഠിനമായി ആലോചിക്കേണ്ടത് 11ാമത്തെ ഒരു ഭാഗം, സക്കാത്ത് കൊടുക്കാത്തവർക്ക് പരലോകത്ത് കഠിനവും നിന്ദ്യവുമായ ശിക്ഷ വരാനുണ്ട്. അല്ലാഹ് പറയാം വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി. അല്ലാഹ് സക്കാത്തുമായിട്ടും സ്വതക്കയുമായിട്ടും ബന്ധപ്പെടുത്തിയ ആയത്തിലൊക്കെ അല്ലാഹ് ഉപയോഗിച്ച് നിങ്ങൾ സമ്പാദിച്ച പൈസ എന്നല്ല, ഞാൻ നിങ്ങൾക്ക് ഔദാര്യമായി എന്റെ ഫളിൽ നിന്ന് നൽകിയ പണം. വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂൻ, പിശുക്ക് പിടിക്കുന്ന ആളുകൾ അവർ വിചാരിക്കണ്ട, സക്കാത്ത് കൊടുക്കാതെ സ്വതക്ക കൊടുക്കാതെ ആ പണം കൊണ്ട് എനിക്ക് വേറെന്തെങ്കിലൊക്കെ നേടാം, മറ്റെന്തെങ്കിലുമൊക്കെ നിർവഹിക്കാം, അത് ഇൻവെസ്റ്റ് ചെയ്യാം, അത് സ്റ്റോക്കിലിടാം തുടങ്ങിയ ചിന്തയും വെച്ച് നടക്കുന്ന മനുഷ്യരെ അല്ലാഹ് പറയാ, നിങ്ങൾ വിചാരിക്കേണ്ട ഹുവ ഖൈറൻ ലഹും, നിങ്ങൾക്കത് നന്മയാണെന്ന് കരുതണ്ട. ബൽ ഹുവ ശർറുൻ ലഹും, നിങ്ങൾക്കത് തിന്മയാണ്. അതിന്റെ അടുത്ത ഭാഗം എന്താ അറിയോ? സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണ്. മറ്റൊരു ഭാഗത്ത് ഹദീസിൽ കാണാം, മൻ ആതാഹുല്ലാഹു മാലൻ, ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു, ഫലം യുഅദ്ദി സകാത്തഹു, അവന്റെ സകാത്ത് കൊടുത്തില്ല. നന്നായി ശ്രദ്ധിക്കണം. വാചകം പറയാം, മുസ്തില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറ ലഹു സബീബതാൻ യുതവഖഹു യൗമൽ ഖിയാമ. ആ സമ്പത്ത് സകാത്ത് കൊടുക്കാത്ത പണം, ആ പണം നാളെ അവന്റെ മുമ്പിൽ, നാളെ പരലോകത്ത് ആ ധനം അവന്റെ മുമ്പിൽ തലയിൽ 2 കറുത്ത പുള്ളികളോട് കൂടിയ ഒരു മൂർഖൻ പാമ്പിന്റെ രൂപത്തിൽ അവന്റെ മുമ്പിൽ തലപൊക്കി നിൽക്കും. തീർന്നില്ല, ആ പാമ്പ് ഒരു ആഭരണം പോലെ അവന്റെ കഴുത്തിൽ ചുറ്റും.
പിന്നെയും പറയാ യഅനി സിദ്ഖൈ സുമ്മ യഖൂലു അന മാലുക്, എന്നിട്ട് പറയാ ഞാൻ നിന്റെ സമ്പത്താണ് എന്ന് ആ പാമ്പ് അയാളോട് പറയും. എങ്ങനെ? അവന്റെ 2 ചുണ്ടുകൾ പിടിച്ചുകൊണ്ട് ആ സർപ്പം പറയും അന മാലുക് അന കൻസുക്, ഞാൻ നിന്റെ സമ്പത്താണ്, ഞാൻ നിന്റെ നിധിയാണ് എന്ന് പറയും. മറ്റൊരു ആയത്തിൽ കാണാം വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, അള്ളാഹു സ്വർണവും വെള്ളിയും കൊടുത്ത് ആ സ്വർണവും വെള്ളി നിക്ഷേപമാക്കി വെക്കുകയും വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അല്ലാഹ് പറയാ ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കേ എന്ന്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹും വജുനൂബുഹും വളുഹൂറുഹും, നരകാഗ്നിയിൽ വെച്ച് അവ ചുട്ടുപയിപ്പിക്കപ്പെടും. ഏത്? അവനാന്റെ കയ്യിൽ പടച്ചോൻ തന്ന സ്വർണവും അള്ള തന്ന വെള്ളിയും അള്ളാന്റെ മാർഗത്തിൽ സകാത്തും സ്വതക്കും കൊടുക്കാത്ത മനുഷ്യരെ അള്ള പറയാ ഈ എടുത്തു വെച്ച സ്വർണവും എടുത്തു വെച്ച വെള്ളിയും അള്ള നാളെ പരലോകത്തെത്തുമ്പോ ചുട്ടുപയിപ്പിക്കും. എന്നിട്ട് അതുകൊണ്ട് അവരെ നെറ്റികളിലും പാർശ്വങ്ങളിലും മുതുകുകളിലും ചുടുവെക്കുകയും ചെയ്യും. എന്നിട്ട് അവരോട് പറയപ്പെടും ഹാദാ മാ കനസ്തും ലിയൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിക്ഷേപിച്ചു വെച്ചതാണിത്, നിങ്ങൾ എടുത്തു വെച്ചല്ല, നിങ്ങൾക്ക് തന്നെ തരുന്നു എന്ന് പറഞ്ഞ് ആ ചുട്ടുതിളക്കുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും നീരുകൾ ആ മനുഷ്യരെ നേരെ ഒഴിക്കപ്പെടും. എന്നിട്ട് പറയും ഫദൂഖു മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ നിഷേധിച്ചു വെച്ചിരുന്നത് കൊണ്ട്, നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയും. 12ാമതായി മനസ്സിലാക്കേണ്ടത് സകാത്ത് ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അതിന് 8 അവകാശികൾ നിശ്ചയിച്ചു. ആ 8 പേരിൽ ആളുകൾക്കാകണം നമ്മുടെ സകാത്ത് പോണ്ടേ. അതിലൊന്നാണ് അൽ ഫഖീർ, ദരിദ്രനായ മനുഷ്യൻ. ആരാണ് ഇസ്ലാമിൽ ദരിദ്രൻ? തന്റെ വാർഷിക വരുമാനം വാർഷിക ചെലവിന്റെ പകുതി പോലും തികയാത്തവൻ. ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ വരുമാനം കുറച്ചും അതിന്റെ ഇരട്ടി ചെലവുണ്ടെങ്കിൽ അയാൾ ഇസ്ലാമിൽ ഫക്കീറായിട്ടാണ്. അതേപോലെ സമ്പത്തും തൊഴിലും ഇല്ലാത്തവനാണ് ഫക്കീർ എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് മിസ്കീൻ, അഗതികളാണ്. തന്റെ വാർഷിക വരുമാനം വാർഷിക ചെലവിന്റെ പകുതിയിലധികമുണ്ട്, പക്ഷെ അത് തികയൂല. ഈ അവസ്ഥയിലുള്ളവരാണ് മിസ്കീൻ. ഫക്കീറിനേക്കാളും പ്രാരാബ്ദം കുറഞ്ഞ ആളുകൾ. ഫക്കീർ ചോദിച്ചു വരും, മിസ്കീൻ ചോദിക്കൂല എന്ന പ്രത്യേകത. മിസ്കീങ്ങളെ നമ്മൾ കണ്ടറിയണമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. 3 കൊടുക്കേണ്ടത് അൽ ആമിലൂന അലൈഹ, ഈ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥരുണ്ടാകും. സക്കാത്ത് അതിന്റെ ആളുകളിൽ നിന്നും പിടിച്ചെടുക്കാനും അവകാശികൾക്ക് നൽകാനും ഭരണകൂടം അധികാരപ്പെടുത്തിയ ആളുകൾ, അവർക്കും സക്കാത്ത് കൊടുക്കാം. അത് സക്കാത്ത് സെല്ലിലേക്ക് എത്തുമെന്ന് നമ്മൾക്ക് ഉറപ്പാണെങ്കിൽ അവരെ കൈവശം നമ്മൾ സക്കാത്തിന്റെ പണം ഏൽപ്പിക്കാം. 4 വൽ മുഅല്ലഫത്തു ഖുലൂബുഹും, ഇസ്ലാമിനോട് മനസ്സുകൾ ഇണക്കപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളാവില്ല. 3 വിഭാഗം അതിലുണ്ട്. 1, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താല്പര്യം കാണിക്കുകയും ഇസ്ലാമിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് 1ാമത്തെ വിഭാഗം. അവർക്ക് നമ്മൾക്ക് സക്കാത്തിന്റെ പണം കൊടുക്കാം. 2, ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടി നൽകപ്പെടുന്നവർ, അതായത് ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുകയും ദ്രോഹം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ ഉപദ്രവത്തെ തടയാൻ നമ്മൾക്ക് സക്കാത്തിന്റെ പണം അയാൾക്ക് കൊടുക്കാം. 3ാമത്തത് പുതുമുസ്ലിമീങ്ങളാണ് 3ാമത്തെ വിഭാഗം. അവർ പ്രാരാബ്ധരാണെങ്കിൽ, സമ്പത്തില്ലാത്തവരാണെങ്കിൽ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് തന്നെ അവർ സക്കാത്ത് അർഹിക്കുന്ന ആളുകളാണ്. ഇനി 5ാമത്തെ വിഭാഗം അരിഖാബ്, അടിമ മോചനത്തിന് വേണ്ടി സമ്പത്ത് കൊടുക്കാം. വിശദീകരിക്കേണ്ട ആവശ്യം ഇന്നത്തെ കാലത്തില്ല. 6ാമത്തേത് അൽ ഓരിമൂൻ, കടക്കാർ. കടം കൊണ്ട് പ്രയാസപ്പെട്ടവർക്ക് കടം തീർക്കാൻ സക്കാത്ത് കൊടുക്കാം. 7ാമത്തത് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാം. അത് പള്ളി ഉണ്ടാക്കാൻ കൊടുക്കാം, അള്ളാഹുവിനകത്ത് ഏത് ദീനിയായ ദവാ പ്രവർത്തനവും കൊടുക്കാം. അത് 2 വിഭാഗമായിട്ട് പറയാറുണ്ട്. 1 പൊതുവായ അർത്ഥവും 2 പ്രത്യേകമായ അർത്ഥം. പൊതുവായ അർത്ഥം പറഞ്ഞാൽ പൊതുവിൽ ഇസ്ലാമിക ദവാ പ്രവർത്തനങ്ങൾക്കോ പള്ളി ഉണ്ടാക്കാനോ ഒക്കെ കൊടുക്കാം. 2ാമത്തത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ് പ്രത്യേകമായതെന്ന് പറയുന്നത്. 8ാമത്തെ ഇബ്നു സബീൽ, വഴിമുട്ടിയ യാത്രക്കാരനാണ്. തന്റെ നാട്ടിലേക്ക് പോകാൻ, തിരിച്ചു പോകാൻ കയ്യിൽ പണമില്ല എങ്കിൽ അയാളെ സഹായിക്കാൻ വേണ്ടി നമ്മൾക്ക് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ആരാണ് ഈ കടക്കാർ? പലിശ കൊണ്ട് കുടുങ്ങിയ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? പൊതുവെ ഓരോ കുടുംബത്തിലും ഒരാളെങ്കിലും ഈ അവസ്ഥ ഇപ്പം ഉണ്ടാവും.
അത്രമേൽ മനുഷ്യന്മാര് പലിശയുമായി ബന്ധപ്പെട്ടു കൊടുക്കുന്ന കാലം. അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, സക്കാത്ത് എന്നാൽ ഒരു ഹലാലായ തൊഹൂറായ ശുദ്ധമായ സമ്പത്താണ്. ആ സമ്പത്ത് ഒരു ഹറാമിന് കൂട്ടു നിൽക്കാനോ ഹറാമിനെ സഹായിക്കാനോ കൊടുക്കരുത്. എങ്ങനെയല്ലാതെ അയാൾ അവസ്ഥ ഇല്ലാത്തോണ്ട് അറിയാതെ എടുത്തുപോയതോ പെട്ടതോ ഇനി ജീവിതത്തിൽ ഒരിക്കലും പലിശയിലേക്ക് മടങ്ങുകയില്ല എന്ന് തീരുമാനമെടുത്ത ആളോ അല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ അയാൾ ഇനിയും പലിശയുമായിട്ട് ബന്ധപ്പെടാനോ ഇവിടുന്ന് കിട്ടില്ല അപ്പുറത്ത് വട്ടിപ്പലിശക്ക് വാങ്ങാനോ പോകുന്ന മനുഷ്യനാണെങ്കിൽ അയാളെ സക്കാത്തിന്റെ പണം കൊണ്ട് സഹായിക്കണ്ട എന്ന പണ്ഡിതന്മാര് പഠിപ്പിച്ചേ. അയാൾ അതുകൊണ്ട് മടങ്ങും. ഇനി ഒരിക്കലും പലിശയുമായി ബന്ധപ്പെട്ട തീരുമാനിച്ചാലും സഹായിക്കാം, അങ്ങനെ കൊടുക്കാം. 2, നമ്മൾക്കൊരാൾ കുറച്ച് പൈസ തരാണ്ട്, അയാൾ സക്കാത്തിന്റെ അവകാശിയാണ്, അയാളെ കൊണ്ട് ആ പണം തിരിച്ചു തരാൻ കഴിയൂല, നമുക്ക് സക്കാത്ത് കൊടുക്കാണ്ട്, നമ്മൾ ആ പണം സക്കാത്തിന്റെ പേരിൽ തള്ളാൻ പറ്റുമോ? പറ്റൂല. കാരണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് കൊണ്ട് കിട്ടുന്നവന് ഉപകാരം ഉണ്ടാവണം. ഞാൻ കൊടുക്കാതെ അത് ഞാൻ തള്ളി സാറില്ല എനിക്ക് തരണ്ട എന്നുള്ള വർത്താനത്തും അയാൾക്ക് സക്കാത്തോണ്ട് ഉപകാരം കിട്ടിയോ? കിട്ടിയില്ല. അയാളെ കൈക്ക് സമ്പത്ത് എത്തണം. അഥവാ കടം എഴുതി തള്ളുന്ന രീതി സക്കാത്തിന്റെ ഭാഗത്ത് പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിച്ചു. 3ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എങ്ങനെ കൊടുക്കുക എന്നുള്ള സിമ്പിൾ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. വളരെ ലളിതമായി സാധാരണക്കാരന് മനസ്സിലാവുന്ന ശൈലി ഇത്രേ ഉള്ളൂ. ഒരു ഹിജ്റ വർഷക്കാലത്തേക്ക് തന്റെ കൈവശം ബേസിക് ബാലൻസായി 595 ഗ്രാം വെള്ളിക്ക് സമാനമായ കറൻസിയോ കച്ചവട വസ്തുവോ കൈവശമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സക്കാത്ത് കൊടുക്കൽ അയാൾ ബാധ്യസ്ഥനാണ്. അങ്ങനെ പറഞ്ഞാൽ എത്ര എമൗണ്ട്? ഞാൻ ഇന്നലെ നോക്കി കണക്ക് പ്രകാരം 67,830 രൂപ നമ്മുടെ കയ്യിൽ ബേസിക് ബാലൻസ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം. എങ്ങനെയെന്നും കൂടെ പറയാം. ആ സക്കാത്ത് എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടെന്ന് ആലോചിക്കണം. സക്കാത്ത് ബാധകമാകുന്ന ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഒരു സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് ഉണ്ടാവണം. ഒരിക്കലും ഇംഗ്ലീഷ് മാസപ്രകാരം ഇസ്ലാമിൽ ഒരു ആരാധനയില്ല. അറബി റമദാൻ പ്രത്യേകമായ മാസമൊന്നുമില്ല. നമുക്ക് ഏതും സ്വീകരിക്കാം. സഫർ ഒന്നും സ്വീകരിക്കാം, മുഹറം സ്വീകരിക്കാം, ശരി എന്നും സ്വീകരിക്കാം. റമദാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന റമദാൻ സ്വീകരിക്കാം. ഇനി ഇല്ലാത്തൊരു ഡേറ്റ് ഫിക്സ് ആക്കാം. ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ കയ്യിലൊരു പാത്രം ഉണ്ട് വിചാരിക്കുക. ഈ പാത്രം ആരെ കയ്യിൽ ഉണ്ടാവുള്ളൂ? നിസാബെത്തി 67,830 രൂപ. ഇന്നത്തെ കണക്ക് പ്രകാരം ഇത്ര പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സക്കാത്ത് കൊടുക്കാനുള്ള നിസാബെത്തി ആളാകുള്ളൂ. എന്റെ കയ്യിൽ റമദാൻ 20 ഇന്ന് ഇത്ര പൈസ കിട്ടി. അപ്പൊ എന്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ പാത്രത്തിലേക്കാണ് എന്റെ ബാക്കി വരുമാനങ്ങളൊക്കെ നിക്ഷേപിക്കേണ്ടത്. എന്റെ കടയിൽ നിന്ന് കിട്ടുന്ന വാടക, എന്റെ കച്ചവടത്തിന്റെ ലാഭം, എന്റെ മാസ ശമ്പളം എല്ലാം ഞാൻ ഈ ബക്കറ്റിൽ കടണ്ടേ. ഈ ബക്കറ്റിലിടുന്ന പൈസ അടുത്ത റമദാൻ 20 വരെ അതിൽ ഈ 67,800 കുറയാതുണ്ടെങ്കിൽ അയാൾ അന്ന് എത്രയാണോ ബക്കറ്റിൽ ബാലൻസ് ഉള്ളത് അതിന്റെ 2.5% കൊടുക്കണം. 2% ഒരു പണി. ആ സംഖ്യനെ 40 കൊണ്ട് ഹരിച്ചാൽ 2.5% കിട്ടും. ശരി, ഈ സമ്പത്ത് എന്റെ കയ്യിൽ ബക്കറ്റ് ഉണ്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മാരകമായ അസുഖം വന്നു, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ പ്രത്യേകമായ ഒരു അടിസ്ഥാന കാര്യത്തിനോ ഞാൻ ചെലവഴിക്കേണ്ടി വന്നു. 67,000 എന്നുള്ളത് 50,000 ചുരുങ്ങിയാൽ ഈ ബക്കറ്റ് പോയി. പിന്നെ എന്നാണോ ഈ സംഖ്യ, ഇത്രയും സംഖ്യ നിസാബെത്തിയ സംഖ്യ കയ്യിൽ കിട്ടണം, അപ്പൊ അന്ന് പുതിയ കണക്ക് ആരംഭിക്കണം. പിന്നെ അന്ന് മുതൽ ഒരു കൊല്ലം കണക്കാക്കണം. അടിസ്ഥാന ചെലവുകളാണ് കുറക്കേണ്ടത്. നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ട്. രണ്ടാമത് വെറുതെ വാങ്ങിയ വണ്ടി അടിസ്ഥാന ചെലവിൽ പെടൂല. അമേരിക്കയിൽ സുഖചികിത്സക്ക് പോയത് അടിസ്ഥാന ചെലവിൽ പെടൂല. സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന വീട് ഒരു 10-30 ലക്ഷം റുപ്യ, ശരി, 2 കോടിന്റെ വീട് അടിസ്ഥാന ചെലവ് പെടൂല. ആ 30 ലക്ഷം കൊടുക്കാൻ പറ്റുള്ളൂ. ബേസിക് ആയ ചെലവുകൾ മാത്രം കുറക്കുക. രോഗം കുറക്കാം, അവന്റെ വീട്, ഭക്ഷണം, വസ്ത്രം, മരുന്ന് എല്ലാം കുറക്കാം. അതെല്ലാം കുറച്ചിട്ട് ഈ 67,800 കയ്യിലുണ്ടോ സക്കാത്ത് കൊടുക്കൽ അവനാന്റെ മേൽ ബാധ്യസ്ഥനാവും. രണ്ടാമത് പഠിപ്പിക്കാനുള്ള ഭാഗം, ഇപ്പൊ കച്ചവട വസ്തു, നമ്മുടെ കടയിൽ, നമ്മുടെ ഷോപ്പിൽ, നമ്മുടെ ഫർണിച്ചർ ആവട്ടെ, വീടിന് സക്കാത്തില്ല. സ്വന്തം വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറിന് സക്കാത്തില്ല, കുതിരക്ക് സക്കാത്തില്ല, വാഹനത്തിന് സക്കാത്തില്ല, ഒന്നും സക്കാത്തില്ല. കച്ചവട വസ്തു അല്ലെങ്കിൽ കച്ചവട വസ്തു അങ്ങനെയൊക്കെ സക്കാത്ത് പെടും.
നമ്മുടെ ഷോപ്പിൽ കുറെ വസ്തുക്കൾ നമ്മൾ ഹോൾസെയിൽ വാങ്ങിയ റേറ്റ് അല്ല കേട്ടോ, റീറ്റെയിലിന് നമ്മൾ എത്രക്കാണോ കൊടുക്കുക അത് മൊത്തം സ്റ്റോക്കിന്റെ പൈസ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതും കൂടെ ഈ വരുമാനത്ത് കൂട്ടി അതിന്റെ വേണം കൊടുക്കാൻ. ഇനി കടം കുറച്ച് കിട്ടാണ്ട് സക്കാത്ത് കൊടുക്കണോ? ഭൂരിഭാഗം പണ്ഡിതന്മാരും പഠിപ്പിച്ചു കടം കിട്ടിയിട്ട് കൊടുത്താൽ മതി. വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു കിട്ടുമെന്ന് ഉറപ്പുള്ള സമ്പത്തിന് വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ ഡെഡ് സ്റ്റോക്ക് കുറെ കാലം കച്ചവട സാധനം കൊടുന്ന് പോണേയില്ല, അത് നമ്മൾ സക്കാത്തിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നും പഠിപ്പിച്ചു. സ്വർണത്തിന്റെ സക്കാത്ത് 10.5 പവൻ സ്വർണത്തിന് സക്കാത്ത് ഇല്ല. 10.5 പവൻ ഇല്ല. 10.5 പവനിൽ കൂടിയാലാണ് സക്കാത്ത്. ഒരാൾക്ക് 12 പവൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 1.5 പവനല്ല കൊടുക്കേണ്ടേ, 12 പവനും കൊടുക്കണം. ചില സ്ത്രീകൾ പറയും ഭർത്താക്കന്മാർ എന്റെ കയ്യിൽ പൈസ അല്ല ഭാര്യന്റെ സക്കാത്ത് കൊടുക്കാൻ. ഭാര്യന്റെ സക്കാത്ത് കൊടുക്കൽ ഭർത്താവല്ല, ഭാര്യ കൊടുക്കണം. ഭാര്യന്റെ ഉത്തമ സംസാരിക്കാൻ പാടില്ല. ഭാര്യന്റെ സക്കാത്ത് ഭാര്യ കൊടുക്കണം. അത് ഭാര്യന്റെ ബാധ്യതയാണ്. ഇനി ഭർത്താവ് അത് കൊടുക്കണ്ടേ, ശരി, അത് ഭാര്യ അറിയണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അറിയേണ്ട സാധനമാണ്. നിന്റെ സക്കാത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഭാര്യ അറിയണം. ഇനി ഭാര്യ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ? ഭർത്താവ് ചെലവിന് കൊടുക്കേണ്ട ആളാണ് ഭാര്യക്ക്. ഭർത്താവ് അതികഠിനമായി രോഗത്തിലാണ്, അല്ലെങ്കിൽ പ്രയാസത്തിലാണ്, കടത്തിലാണ്, അയാളെ കൊണ്ട് വീട്ടാൻ പറ്റാത്ത കാരണം ശരി, ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാം. ഉപ്പാക്ക് മകന് കൊടുക്കാം, അധിക പ്രയാസത്തിലാണെങ്കിൽ അതൊക്കെ പറ്റും, പ്രശ്നമില്ല. നമ്മള് പലിശക്ക് സഹായിക്കാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പറഞ്ഞു വന്നത് ഈ രൂപത്തിലാണ് സക്കാത്തിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും. വളരെ സിമ്പിൾ ആണ്, ലളിതമാണ്. 2.5% കൊടുത്താൽ 1 ലക്ഷം ഉണ്ടെങ്കിൽ 2500 രൂപ പടച്ചോൻ കൊടുക്കാൻ പറഞ്ഞു. അത് പിശുക്കി പിടിക്കുകയാണെങ്കിൽ അതിൻ്റെതായ എല്ലാ ഭവിഷ്യത്തും അനുഭവിക്കും. ശമ്പളത്തിന്റെ സക്കാത്ത് 2.5%. ആകെ ഒറ്റപ്പെട്ട അഭിപ്രായം മാത്രം 5% കൊടുക്കണം. അതൊന്നും അഹ്ലു സുന്നത്തിന്റെ അഭിപ്രായമേ അല്ല. റസൂലുള്ള പഠിപ്പിച്ച ആ ഒരു ഭാഗത്താണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്ന പൂർണ്ണമായ ബോധ്യം നമ്മുടെ അടുത്ത് ഉണ്ടാവണം. ഇപ്പൊ മക്കളെ കയ്യിലൊക്കെ സ്വർണ്ണുണ്ട്. കുടുംബത്തിൽ എല്ലാരും കൂടെ സ്വർണം കൂട്ടിയിട്ടല്ല സക്കാത്ത് കൊടുക്കണ്ടേ. ഓരോരുത്തർക്ക് നിസാബ് എത്തിയെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇനി ഉമ്മാന്റെ സ്വർണം മക്കൾക്ക് ഇടാൻ കൊടുത്തതാണെങ്കിൽ ആ സ്വർണം കാൽക്കുലേറ്റ് ചെയ്യണം, കൂട്ടിയിട്ട് വേണം കൊടുക്കാൻ. ബാക്കി ഓരോ വിഷയം നമ്മൾക്ക് അറിയാവുന്നതാണ്. അതേപോലെ നമ്മുടെ നെല്ല്, ഗോതമ്പ്, എള്ള്, ബാർലി അതിനൊക്കെയാണെങ്കിൽ 600 കിലോ ഉണ്ടെങ്കിൽ അതിന്റെ 5% കൊടുക്കണം. ബാക്കി അടക്ക, നാളികേരം, മുന്തിരി ഇതൊക്കെ ആണെങ്കിൽ 600 കിലോ അരി വാങ്ങാനുള്ള പൈസ ഇമെന്ന് കിട്ടുമെങ്കിൽ മാത്രം അതിന്റെ 5% കൊടുക്കണം. സ്വർണത്തിനും വെള്ളിക്കൊക്കെ 2.5% ഉള്ളൂ. കച്ചവടം ചെയ്ത് കിട്ടുന്ന ലാഭത്തിനാണെങ്കിൽ 2.5% ഉള്ളൂ. ബാക്കി നമ്മുടെ ജോലി, നമ്മുടെ വരുമാനത്തിനൊക്കെ 2.5% ഉള്ളൂ. അത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു മാതൃകയാണ്. അത് നിലകൊള്ളാൻ പറ്റുക. അർഹമുറാഹിമീനായ നാഥൻ കേട്ട പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10ലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ർ, അവസാന 10ലേക്ക് പ്രവേശിച്ചാൽ അഹിയൽ ലൈല, രാത്രികളെ ജീവിപ്പിക്കുമായിരുന്നു. വഅയ്ഖദ അഹ്ലഹു, തന്റെ കുടുംബത്തെ ഉണർത്തുമായിരുന്നു. വജദ്ദ വശദ്ദൽ മിഅ്സറ, പ്രവാചകന്റെ ഉടുമുണ്ട് മുറുക്കിയെടുക്കുമായിരുന്നു. ഉടുമുണ്ട് മുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ കല്ല് പൊക്കാൻ പോകുന്ന മുണ്ട് ശരിയാക്കും, ഒന്ന് പാകപ്പെടും. അതിന്റെ വേറെ വിശദീകരണം പ്രവാചകൻ ഭാര്യമാരുമായുള്ള സംസർഗം പോലും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ആ ദിനരാത്രികളുടനീളം ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു എന്നർത്ഥം. എന്താണ് പ്രത്യേകത? ലൈലത്തുൽ ഖദ്ർ, ആയത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തെക്കാളും പുണ്യമാണ്. 83 വർഷക്കാലം ഒരാൾ പൂർണ്ണമായിട്ട് മറ്റൊന്നിലേക്കും തിരിയാതെ ഇബാദത്ത് നിർവഹിച്ച പ്രതിഫലമാണ് അള്ളാഹു ലൈലത്തുൽ ഖദറിന് പ്രതിഫലമായി നൽകാൻ പോകുന്നത്. അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത യൗമുൻ മുഖദ്ദറ, നിർണയത്തിന്റെ രാത്രിയാണ്. ഒരു വർഷത്തേക്ക് അള്ളാഹ് ഒരു വർഷത്തെ മുഴുവൻ കാര്യം രേഖപ്പെടുത്തുന്ന ദിവസമാണ്. ആരൊക്കെയാണ് ഹിദായത്തിൽ, ആരൊക്കെയാണ് വലാലത്തിൽ, എല്ലാം രേഖപ്പെടുത്തുന്ന ദിവസം, രാവ്. പരിശുദ്ധ റമദാനിൽ പോലും ഈ ദിനരാത്രങ്ങളിൽ പോലും നമ്മൾ പാപങ്ങളുടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ പ്രിയരെ,
അല്ല നമ്മളെ ഏതിലാകും രേഖപ്പെടുത്തുക എന്നുള്ളൊരു ചിന്തയും പേടിയും നമ്മുടെ മനസ്സിലുണ്ടാകണം. മറ്റൊന്ന് യൗമുൻ മുബാറക്കാണ് ലൈലത്തുൽ ഖദർ. അനുഗ്രഹത്തിന്റെ ദിവസമാണ്, ബർക്കത്തിന്റെ ദിവസമാണ്. നല്ല വീടുണ്ട്, മക്കളുണ്ട്, വാഹനമുണ്ട്, സന്തോഷമില്ല, ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്. ബർക്കത്ത് വാരി വിതറിയ ദിവസമാണ്. അള്ളാഹുവിനോട് ബർക്കത്ത് ചോദിക്കണം. 3 മലക്കുകൾ ഇറങ്ങും. തനസ്സലുൽ മലായികത്തു വറൂഹ്, മലക്കുകളും റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമയും ഇറങ്ങി വരുന്ന രാത്രി. ഹദീസിൽ കാണാം വഇന്നൽ മലായികത തിൽക്കൽ ലൈല, ആ രാത്രിയിൽ ഇറങ്ങുന്ന മലക്കുകൾ ഫിൽ അർളി അക്സറു മിൻ അദദിൽ ഹസ്വ, ഭൂമിയിലെ മണൽത്തരികളെക്കാളും എണ്ണം മലക്കുകളെന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന, ഭൂമിയിൽ കാണുന്ന മണൽത്തരികളുടെ എണ്ണത്തോളം മലക്കുകളെന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും. ഇനി ലൈലത്തുൽ ഖദറിന് എന്നാണ് കൂടുതൽ സാധ്യത? പ്രവാചകൻ പഠിപ്പിക്കുന്ന ബുഖാരി ഹദീസിൽ കാണാം ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ ലൈലത്തുൽ ഖദർ, റമളാനിലെ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. എന്നിട്ട് പിന്നെ പറഞ്ഞു ഫി താസിഅത്തിൻ തബ്ഖ ഫി സാബിഅത്തിൻ തബ്ഖ ഫി ഖാമിസത്തിൻ തബ്ഖ, അവശേഷിക്കുന്ന 9-ാം നാളിലും 7-ാം നാളിലും 5-ാം നാളിലും നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്ന് പഠിപ്പിച്ചു. എന്താണ് ഈ 9-ാം നാൾ, 7-ാം നാൾ, 5-ാം നാൾ എന്ന് പറഞ്ഞാൽ? തിസ്ഉൽ ലയാൽ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഹാദി വൽ 20, 21-ാമത്തെ രാവ് അഥവാ ഇന്ന്. വഫീ സാബിഅത്തിൻ തബ്ഖ, 7-ാമത്തെ രാവ് എന്ന് പറഞ്ഞാൽ ഫിലൈലത്തുൽ സാലിസിൻ വൽ 20, 23-ാമത്തെ രാവ്. വഫീ ഖാമിസത്തിൻ തബ്ഖ, അവശേഷിക്കുന്ന 5-ാമത്തെ രാവ് എന്ന് പറഞ്ഞാൽ വഹിയ ലൈലത്തുൽ ഖാമിസി വൽ 20, 25-ാമത്തെ രാവ്. പ്രവാചകന്റെ തീരുമാനമായിരുന്നു ലൈലത്തുൽ ഖദർ കിട്ടണം എന്നുള്ളത്. സ്വഹാബാക്കളുടെ പിടിവാശിയായിരുന്നു ലൈലത്തുൽ ഖദർ ലഭിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് കുടുംബത്തെ എഴുന്നേൽപ്പിച്ചത്. അതുകൊണ്ടാണ് ജീവിതകാലത്ത് മുഴുവൻ സൂറ ഇത്തിഖാഫ് ഇരുന്നത്. ഇത്തിഖാഫ് എന്നാൽ ചടഞ്ഞുകൂടിയിരിക്കുക എന്നാണ് അർത്ഥം, ചടച്ചിരിക്കുക എന്നല്ല. ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഒരുങ്ങിക്കെട്ടിയിരിക്കുക. അതെവിടെ ഇരിക്കണം? ജുമുഅയുള്ള പള്ളിയിലാണോ, ജമാഅത്ത് നടക്കുന്ന പള്ളിയിലാണോ? വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. സ്ത്രീക്ക് ഏത് പള്ളിയിലും ഇരിക്കാം. പുരുഷൻ ഇരിക്കുന്നത് ഏറ്റവും അഫ്ളൽ ജുമുഅയുള്ള പള്ളിയാണ്. കാരണം അയാൾക്ക് പുറത്തു പോകേണ്ട ആവശ്യം അങ്ങനെയാകുമ്പോൾ വരില്ലല്ലോ എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ശരി, നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം. രാത്രി ഇരിക്കാൻ പറ്റുമോ രാത്രിയുടനീളം ഇരിക്കുക, പകലിരിക്കാൻ പറ്റുമോ പകലുടനീളം ഇരിക്കുക, മുഴുവൻ ഇരിക്കാൻ സാമ്പത്തിക ശേഷിയും ആരോഗ്യമുണ്ടോ മുഴുവൻ ഇരിക്കുക, എങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇരിക്കുക. വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എന്തുകൊണ്ട് അവർ മനുഷ്യന്മാർ ഇരിക്കുന്നത്? റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, ചില പുരുഷന്മാർ അവരാണ് പള്ളികളിലുള്ളത് അള്ളാഹുവെ സ്മരിക്കുന്നതിനെ തൊട്ടും നമസ്കാരം മുറപോൽ നിർവഹിക്കുന്ന തൊട്ടും സക്കാത്ത് കൊടുക്കുന്ന തൊട്ടും അവരെ കച്ചവടം അവരെ തടയുകയില്ല എന്ന് പഠിപ്പിച്ചു. അവരെ ക്രയവിക്രയം ഒന്നും അവരെ തിരിച്ചുവിടുകയില്ല. എന്തുകൊണ്ടാ? വേറെ ഭാഗത്ത് കൂടെ പൈസ വരുന്നോണ്ടല്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹി ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും നടുങ്ങിപ്പോകുന്ന ദിവസത്തെക്കുറിച്ച് അവർക്ക് പേടിയുള്ളതുകൊണ്ടാണ് എന്ന് പ്രത്യേകം പഠിപ്പിച്ചു. നമ്മളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ബോധ്യത്തിൽ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഠിനമായ ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി പഠിപ്പിച്ചു, ചോദിക്കണം അള്ളാഹുവിനോട്. ചോദിക്കേണ്ടത് പാപമോചനമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ ഏറെ പൊറുക്കുന്നവനാണ്, മാപ്പ് കൊടുക്കാൻ നിനക്കേറെ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് പോയിക്കണമെങ്കിൽ എന്ന വർത്താനം നമ്മൾ പറയരുത്. നമ്മളൊക്കെ തേഞ്ഞിരിക്കുന്നില്ലല്ലോ. എത്രയോ നമ്മൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എന്ന തിരിച്ചറിവിൽ അള്ളാഹുവിന്റെ മാപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ അത് വലിയ നഷ്ടത്തിന് കാരണമാകുമെന്ന തിരിച്ചൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങാൻ പറ്റണം. സൂചിപ്പിക്കാതെ സാന്ദർഭികമായ വിഷയം ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ടാണ്. റമദാന്റെ അവസാന 10 നമ്മുടെയൊക്കെ പല പള്ളികളിലും തറാവീഹ് ഉണ്ടാകും, ശേഷം രാത്രി വേറെ നമസ്കാരം ഉണ്ടാവും. ഇതിനെന്താണ് വിധി? പലരും ചോദിച്ചു. അതുകൊണ്ട് മാത്രം സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. റസൂലുള്ളാഹി ജീവിതത്തിൽ ആകെ 3 ദിവസം മാത്രമാണ് തറാവീഹ് ജമാഅത്തായി നമസ്കരിച്ചെന്ന് ആദ്യം ഓർക്കുക. അത് പിന്നെ ശീലമായിട്ട് മാറുമെന്ന് പറയുന്ന റസൂൽ നിർത്തിയതാണ്. ശരി, അതിൽ 1-ാമത്തെ ദിവസം റസൂൽ നമസ്കാരം എങ്ങനെയാണ്?
സുലുസുൽ ലൈലി അവ്വൽ, രാത്രിയുടെ ഒന്നാമത്തെ ഭാഗത്ത് നിസ്കരിച്ച് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഭാഗം വരെ നമ്മളൊക്കെ ഇപ്പൊ നിസ്കരിക്കുന്ന ഇശാ കഴിഞ്ഞ് ആ ഒരു 1.5 മണിക്കൂർ സമയം, ഇതാണ് റസൂലുള്ളാഹിന്റെ ഒന്നാമത്തെ ദിവസം രീതി. രണ്ടാമത്തെ ദിവസം പ്രവാചകൻ നിസ്കരിച്ച് നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ പകുതി വരെയാണ്, രണ്ടാമത്തെ പകുതി വരെ. അങ്ങനെ സ്വഹാബി ചോദിക്കുന്നത് ഫഖുൽനാ യാ റസൂലല്ലാഹ് ലൗ നഫൽതനാ ബഖിയതൻ ലൈലത്തിനാ ഹാദി, റസൂലേ അങ്ങ് ബാക്കി സമയം കൂടി നിസ്കരിക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ കൊടുക്കുന്ന മറുപടി മൻ ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ്, ഇമാം പിരിഞ്ഞു കളയുന്നത് വരെ, എന്നാൽ ഇമാം എപ്പോഴാണോ പൂർത്തിയാക്കുന്നത് അതുവരെ ഇമാമിന്റെ കൂടെ ആരെങ്കിലും നമസ്കരിച്ചാൽ കുതിബ ലഹു ഖിയാമ ലൈലത്തിൻ, അയാൾക്ക് ആ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ കൂലിയുണ്ട്. രാത്രി മുഴുവൻ. അത്ര താല്പര്യം കാണിച്ച സ്വഹാബിയോട് പോലും പ്രവാചകൻ പറഞ്ഞ മറുപടി ഇതാ. ചില ആൾക്കാർ വിത്തറിന്റെ മുമ്പ് എണീറ്റ് പോകും. ഇതിനെക്കുറിച്ച് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ലാ സുന്നത്തൽ മുസ്ലിമീൻ അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം മുസ്ലിമീങ്ങളെ സുന്നത്താണ്. അതെപ്പോഴാണ്? അത് ഇശാന് ശേഷം ഇമാമിന്റെ കൂടെ പൂർത്തീകരിക്കലാണ്. ഖിയാമുൽ ലൈൽ അത് നമുക്ക് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിന് വിരോധമല്ല. പക്ഷെ മറ്റേ മാതൃകയല്ല, തെറ്റാണെന്നല്ല. അഫ്ളലായത് ഏതാന്ന് ചോദിച്ചാൽ അത് ഇശാ കഴിഞ്ഞ് ഇമാമിന്റെ കൂടെയുള്ള നിസ്കാരമാണ്. ആ നിസ്കാരം നമ്മൾ ഇമാമിന്റെ കൂടെ പൂർത്തീകരിച്ചാൽ അയാൾക്ക് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ചില ആൾക്കാർക്ക് രാത്രി അന്ത്യയാമം നിസ്കരിക്കണം, ശരി, ഒരു പ്രശ്നമില്ല. അയാൾ വീട്ടിലേക്ക് എത്തുന്നു, രാത്രി ഉറക്കത്തിന് എഴുന്നേൽക്കുന്നു, വുളു എടുത്തോട്ടെ. എല്ലാ വുളുവിന് ശേഷം 2 റക്അത്ത് സുന്നത്തിന്, ആ സുന്നത്ത് ആത്മാർത്ഥമായി നിസ്കരിച്ചോളൂ, അള്ളാഹുവിനോട് വിതുമ്പി പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചോളൂ, പ്രശ്നമില്ല. മറിച്ച് പ്രവാചകൻ നമ്മുടെ മാതൃകാ പുരുഷ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു മാതൃക. ഇപ്പൊ ഉമർലാന്റെ കാലത്ത് ജമാഅത്തൊക്കെ ഇശാന് ശേഷമുള്ള സമയത്താണ്. അവരൊന്നും രാത്രി 2 മണിക്ക് 3 മണിക്ക് വേറെ ജമാഅത്ത് നിർവഹിച്ചിട്ടില്ല. തെറ്റാന്നല്ല, പക്ഷെ അതിന് മാതൃകയില്ല. അതുകൊണ്ട് ആ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു സുന്നത്തിൽ നിൽക്കലാണ് എപ്പോഴും അഭികാമ്യം. അതിൽ തൃപ്തി ഉണ്ടാകലാണ് ഖൈർ എന്ന് മനസ്സിലാക്കുക. ബാക്കി അല്ലാഹു അഅലം. കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.